അബീക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മെന്റൽ ഹെൽത്ത്. കുട്ടികളിലെ മാനസിക ആരോഗ്യം കുറഞ്ഞു വരുന്നു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ മാനസിക ആരോഗ്യം ഇന്ന് കുറഞ്ഞു വരികയാണെന്ന് യുണിസെഫും അതുപോലെ ലോക ആരോഗ്യ സംഘടനയും ഒരേ സ്വരത്തിൽ പറയുകയാണ്. പല കാരണങ്ങളാണ് ഇതിനവർ ചൂണ്ടിക്കാണിക്കുന്നത്. നല്ല മാനസിക ആരോഗ്യത്തിന് എന്തെല്ലാം അനിവാര്യം? വൈകാരികമായിട്ടുള്ള വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതിൽ വ്യത്യാസം, ആത്മഹത്യ പ്രവണത, ഇതിന് പരിഹാരം എന്തെല്ലാം? അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാം, അവരെ പിന്തുണയ്ക്കുക, കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, കുട്ടികളെ സ്വയം സന്തോഷം കണ്ടെത്തുക. പലതരത്തിലുള്ള കാരണങ്ങളാണ് ഇന്നത്തെ കുട്ടികളിൽ മാനസിക ആരോഗ്യം, മെന്റൽ ഹെൽത്ത് കുറഞ്ഞു വരുന്നുണ്ട്. ചില വീട്ടിലെ മോശം സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ ദാരിദ്ര്യമാകാം, അല്ലെങ്കിൽ കുട്ടികൾ നേരിടുന്ന പീഡനങ്ങളെല്ലാം ഇവരുടെ മാനസിക അസ്വസ്ഥതയും മാനസിക ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കുന്നു എന്ന് വേണം പറയുവാൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കു പ്രകാരം ലോകത്താകമാനം 14% കുട്ടികളിൽ മാനസിക ആരോഗ്യം മോശമായ രീതിയിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് 10 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ളവരിൽ. പലപ്പോഴും കുട്ടികളിൽ ഇത്തരം അസ്വസ്ഥത രൂപപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നേരിടുന്ന വേർതിരിവുകളും പഠനത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ അവകാശങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുമെല്ലാം കുട്ടികളുടെ മാനസികാവസ്ഥയെ മോശമാക്കുന്നതിന് കാരണമാകുന്നു. നല്ല മാനസിക ആരോഗ്യത്തിന് എന്തെല്ലാം അനിവാര്യം? നല്ല രീതിയിൽ ഉറക്കം ലഭിച്ചാൽ, അതുപോലെ ദിവസേന വ്യായാമം ചെയ്യുന്നതിലൂടെ, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നേറുന്നതിലൂടെ, നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ വികാരങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ പ്രാപ്തരാക്കുമ്പോഴെല്ലാം ഒരാൾക്ക് നല്ല മാനസിക ആരോഗ്യം ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കും. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഒരാൾ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടുകളും അതുപോലെ അവന്റെ ചിന്തകളുമെല്ലാം അവന്റെ മാനസിക ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നുണ്ട്. അതുപോലെ സ്വന്തം വ്യക്തിത്വം തെളിയിക്കപ്പെടാനാകാതെ വരുമ്പോൾ, ലിംഗവിവേചനം നേരിടുമ്പോൾ, സെക്ഷൽ വയലൻസ്, ബോഡി ഷേമിംഗ്, അതുപോലെ ദേഹോപദ്രവം നേരിടുമ്പോൾ, പ്രത്യേകിച്ച് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നെഗറ്റീവ് റെസ്പോൺസ് ലഭിക്കുന്നതെല്ലാം മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മാനസിക ആരോഗ്യം നല്ലതല്ലാത്ത ഒരു വ്യക്തിയിൽ പലതരത്തിലുള്ള വൈകല്യങ്ങളും കാണുവാൻ സാധിക്കും. അതായത് വൈകാരികമായിട്ടുള്ളത്, അതുപോലെ സ്വഭാവത്തിൽ, ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ, ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത, മാനസികമായ പ്രശ്നങ്ങൾ, ഇവയെല്ലാം കണ്ടുവരുന്നു. വൈകാരികമായിട്ടുള്ള വൈകല്യങ്ങൾ. ഈ പ്രശ്നമുള്ളവരിൽ അമിതമായ ആകാംക്ഷയും അതുപോലെ അമിതമായ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രായമായവരിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരിലാണ് ഇന്ന് കണ്ടുവരുന്നത്. 10 മുതൽ 14 വയസ്സ് വരെയുള്ളവരെ എടുത്താൽ അതിൽ 3.6% കുട്ടികളിൽ ഇത്തരം പ്രശ്നം കണ്ടുവരാറുണ്ട്. അതുപോലെ 15 മുതൽ 19 വയസ്സ് വരെയുള്ളവരാണെങ്കിൽ കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ 4.6% കുട്ടികൾക്ക് ഇതേ പ്രശ്നമുണ്ട്. ചിലർക്ക് മാനസിക സമ്മർദ്ദമായിരിക്കും ഉണ്ടാകുക. ഇതിൽ 10 മുതൽ 14 വയസ്സ് വരെയുള്ളവരെ കണക്കാക്കിയ 1.1% കുട്ടികളിൽ വിഷാദ രോഗം നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ 15 മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായക്കാരുടെ 2.8% ആളുകളിൽ വിഷാദ രോഗം കണ്ടുവരുന്നതായി ലോകാരോഗ്യ സംഘടന തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വഭാവ വൈകല്യങ്ങൾ. ചെറുപ്പക്കാരിൽ സ്വഭാവ വൈകല്യങ്ങൾ കൂടുകയാണ്. ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ താല്പര്യമില്ലായ്മ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം 10 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ളവർക്കിടയിൽ 3.1% ആളുകളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ 15 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ളവരെ എടുക്കുകയാണെങ്കിൽ അതിൽ 2.4% ആളുകളിൽ സ്വഭാവ വൈകല്യം കണ്ടുവരുന്നുണ്ട്. ചിലരിൽ എല്ലാം ഇല്ലാതാക്കാനുള്ള തരത്തിലുള്ള പ്രവണതകളും കണ്ടുവരാറുണ്ട്. ഇത് 10 മുതൽ 14 വയസ്സ് വരെ ഉള്ളവരിലാണെങ്കിൽ 3.6%, അതുപോലെ 15 മുതൽ 19 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ 2.4% കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള ഓരോ സ്വഭാവ വൈകല്യങ്ങളും ഉണ്ടാകുന്നത് ഇവരുടെ പഠനത്തെയും അതുപോലെ തന്നെ ക്രിമിനൽ ചിന്താഗതിയെയും വളരുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിൽ വ്യത്യാസം. പ്രധാനമായും അനോറെക്സിയ നെർവോസ്, അതുപോലെ ബുലിമിയ നെർവോസ എന്നിങ്ങനെ 2 തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിലുള്ള വൈകല്യങ്ങളാണ് പൊതുവായി കുട്ടികളിൽ കണ്ടുവരുന്നത്. അതായത് അമിതമായ ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ ഭക്ഷണം കൊണ്ട് നടക്കുന്നത്, ശരീരത്തെക്കുറിച്ചും ബോഡി ഷേപ്പിങ്ങിനെ കുറിച്ചും ആവലാതപ്പെടുന്നതും എല്ലാം ഇത്തരത്തിലുള്ള ലക്ഷണമുള്ളവരിലാണ്. അനോറെക്സിയ നെർവോസ ഉള്ളവർക്ക് വളരെ നേരത്തെ മരണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആത്മഹത്യാ പ്രവണത. ഇന്ന് ചെറിയ കുട്ടികളിൽ ചില നിസ്സാര കാര്യത്തിൽ വരെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയാണ്. പലപ്പോഴും ലഹരിക്ക് അമിതമായി അടിമപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്നും മറ്റും ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, തന്നെ ആരും സഹായിക്കുവാനില്ല എന്ന തോന്നൽ, സ്നേഹം, പരിലാളന,
ലഭിക്കാത്ത ഡിജിറ്റൽ മീഡിയയും എല്ലാം ചെറുപ്പക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിന് പരിഹാരം എന്തെല്ലാം? നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കണം. അതുപോലെ ഏതു പ്രതിസന്ധിയിലും തരണം ചെയ്യാനുള്ള മെന്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അതിനായി മറ്റുള്ളവരുടെ സഹായം, ഇതുപോലെ കുടുംബത്തിൽ നിന്നുള്ള, സമൂഹത്തിൽ നിന്നുമുള്ള പിന്തുണയും ഇവർക്ക് ലഭിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ഇടപെടുന്ന അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാകുന്നതോടെ നിങ്ങളുടെ മാനസികാവസ്ഥ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളിൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ കണ്ടെത്തുന്ന നിമിഷം, അതായത് ചികിത്സയും ആരംഭിച്ചാൽ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി നല്ലൊരു മാനസികാരോഗ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അമിതമായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നത് സത്യത്തിൽ നിങ്ങളുടെ എല്ലാ ആരോഗ്യം ഇല്ലാതാക്കുന്നതിലേക്ക് മാത്രമാണ് നയിക്കുന്നത്. മിതമായ രീതിയിൽ ചിന്തിക്കുന്നതിലേക്കും, അതുപോലെ നിങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമെങ്കിൽ അത് തുറന്നു ചോദിക്കുന്നതിലൂടെയും ഒരു ഭയവും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറ്റൊരാളോട് തുറന്നു സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സമാധാനം നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് സത്യാവസ്ഥ. സമൂഹത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഒരാളുടെ മാനസികാവസ്ഥയെ നിർണ്ണയിക്കുന്നതിൽ സമൂഹത്തിന് നല്ലൊരു പങ്കുണ്ട്. പലരും സമൂഹം എന്ത് വിചാരിക്കും എന്ന് കരുതി തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാത്തവരുമുണ്ട്. എന്നാൽ കൗമാരക്കാരിൽ അല്ലെങ്കിൽ കുട്ടികളിൽ നല്ല മാനസികാരോഗ്യം ഉണ്ടായാൽ മാത്രമാണ് നല്ലൊരു സമൂഹം ഭാവിയിൽ ഉയർന്നു വരികയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. ഒന്നാമതായി, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാം. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്നും അതുപോലെ തന്നെ എന്ത് കാര്യവും തുറന്നു പറയുവാൻ നിങ്ങൾക്കൊരു സ്പേസ് അവർക്ക് നൽകുന്നുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കലാണ് ആദ്യത്തെ നടപടി. അപ്പോൾ തന്നെ അവരെ കേൾക്കുവാനും അതുപോലെ അവരെ മനസ്സിലാക്കുവാനും ഒരാളുണ്ടെന്ന്, അവർ ഒറ്റയ്ക്കല്ലെന്നുള്ള തോന്നൽ അവർ സ്വയം ഉടലെടുക്കും. ഇത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അവരെ പിന്തുണയ്ക്കുക. കുട്ടികളെ ദിവസേന അവരുടെ ആഗ്രഹത്തിനൊത്ത് വളരുന്നതിനും അതുപോലെ പഠനത്തിലും അവരുടെ ഇഷ്ടങ്ങളും മാതാപിതാക്കളുടെ പിന്തുണ കിട്ടുന്നത് ഒരു നല്ല ആശ്വാസമാണ്. അവരെ കളിക്കുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും പഠിക്കുക. ഏതൊരു പ്രതിസന്ധിയിലും വിഷമിക്കാതെ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വിശ്വാസം കുട്ടികൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾ ഫ്രീ ആയി എല്ലാം തുറന്നു പറയുവാനും അതുപോലെ പരീക്ഷകളെ ഭയക്കാതെ വിജയത്തിലും തോൽവിയിലും തളരാതെ മുന്നോട്ട് പോവുകയുള്ളൂ. കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. കുട്ടികൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഉടനടി വടിയെടുത്ത് അടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ അല്ല വേണ്ടത്. ആ നിമിഷത്തിൽ നിങ്ങൾ സ്വയം നിങ്ങളെ നിയന്ത്രിക്കണം. സാവധാനം നന്നായി കൂളായതിനു ശേഷം മാത്രം കുട്ടികളോട് സംസാരിക്കുക. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നല്ല സൗമ്യമായ ഭാഷയിലൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടികളിലേക്ക് അവ നല്ല രീതിയിൽ എത്തുന്നതിന് സഹായമാവും. കുട്ടികൾ സ്വയം സന്തോഷം കണ്ടെത്തുക. കുട്ടികളെ സ്വന്തം കാര്യം നോക്കുവാനും അതുപോലെ തന്നെ സന്തോഷം കണ്ടെത്തുവാനും പഠിപ്പിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ചിലർക്ക് പാട്ട് കേൾക്കുവാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ബുക്സ് വായിക്കുവാനായിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും. അത്തരത്തിൽ എന്താണോ നിങ്ങളുടെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് അത് അനുവദിക്കുകയാണ് വേണ്ടുന്നത്. അത് അവർക്ക് സ്വയം സന്തോഷം കണ്ടെത്താൻ സഹായിക്കും. അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സ്വയം അഭിമാനിക്കുവാനും തങ്ങളുടെ കഴിവുകളെ പൂർണ്ണമായി മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ഇവർക്ക് കഴിയും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന്. നല്ലൊരു സമൂഹത്തിനായി നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.